ഹലോ. അപ്പോൾ ഞാൻ നമസ്കാരം പറയണില്ല. എൻ്റെ നമസ്കാരത്തിൽ എന്തോ ഉണ്ടെന്ന് ഒരാളിനോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇന്ന് നമസ്കാരം പറയണില്ല. ആദ്യം തന്നെ 3 കാര്യങ്ങൾ സൂചിപ്പിക്കാം. പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാനൊരു പ്രോഡക്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത്. വേറെ ഒന്നുമല്ല, കടയിൽ ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു ലാസ്റ്റ്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 1-2 ബ്രൈഡൽ എൻക്വയറി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. പക്ഷെ അത് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. എവിടെ പോയെന്ന് എനിക്കറിയില്ല. ആ ചോദിച്ച ആൾക്ക് എനിക്ക് എന്തോ ഈ ഒരു കടയുടെ തിരക്കുമായിട്ട് ഓടി നടന്നുകൊണ്ട് സമയത്ത് എനിക്ക് മെസ്സേജ് റീപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. ആളത് കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ എനിക്ക് മെസ്സേജ് അയച്ചു ഒന്നുകൂടി ചോദിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ അടുത്ത് കുറേ സിമ്പിൾ ചെയിൻ, ഇപ്പോൾ ഹെവി ചെയിൻ നെക്ക് ചെയിൻസ് ഒക്കെ കാണിക്കുമ്പോൾ, നെക്ലസ് ഒക്കെ കാണിക്കുമ്പോൾ സിമ്പിൾ ചെയിൻ ഒക്കെ ആൾക്കാർ ചോദിക്കണേ. എൻ്റെ റിലേറ്റീവ്സ് അല്ലാതെ തന്നെ പുറത്തുള്ളവരും കുറേ പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ ഉണ്ട്. പക്ഷെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ തീരെ മടിയായുള്ള സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം ഞാൻ ഇനി പോസ്റ്റ് ചെയ്ത് തുടങ്ങാം, ഇനി മുതൽ ചെയ്ത് തുടങ്ങാം. ഇന്നലെ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യമായിട്ട് വന്നാൽ അത് ഞാൻ എല്ലാ ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ ആൾക്കാരും അടച്ചാക്ഷേപിച്ച് സംസാരിച്ചതായിട്ട് ആർക്കും അതൊരു ഫീല് തോന്നരുത്. അങ്ങനെ ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ സോറി പറയണു. നിങ്ങളെല്ലാ ആൾക്കാരും ഞാൻ എൻ്റേതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇതിൽ നല്ല മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്, ചീത്ത മെസ്സേജ് അയക്കണം, ശല്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില നരമ്പ് ചേട്ടന്മാരെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എനിക്ക് ഓൾറെഡി ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഫുഡ് കഴിച്ചോ, എന്താണ് വിശേഷം, സുഖമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ആരെങ്കിലുമൊക്കെ ഉണ്ട്, ആ ഒരു എന്താ പറയുക, നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ട് ചോദിക്കാനൊക്കെ ഒരു ഫീൽ എനിക്ക് തോന്നും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടോ എൻ്റെ അടുത്ത് നോർമലായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് എനിക്കത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ വെറുതെ വീഡിയോ കോൾ ചെയ്യുകയും ശരീരഭാഗങ്ങളുടെ ഫോട്ടോസ് അയച്ചു തരികയും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ നരമ്പ് ചേട്ടന്മാരുണ്ട്. ഞാൻ അവരെ ഉദ്ദേശിച്ച് മാത്രമാണ് പറഞ്ഞത്. പിന്നെ ഈ രാത്രിയുള്ള കോള്, ഈ എന്താ പറയുക പഴയ നമ്പറിലേക്കുള്ള കോള്, അതുപോലെ തന്നെ വേണ്ടാത്ത മെസ്സേജുകളൊക്കെ അയക്കുന്ന ഒരുപാടുണ്ട്. അവരെ ഉദ്ദേശിച്ച് മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ നോർമലായിട്ട് മീൻസ് എന്നോട് നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം സോറി പറയണു. വിഷയം വിട്ടേക്കാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു സാരി വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, പ്യുവർ കാഞ്ചീപുരം കോട്ടൺ സിൽക്ക് സാരി. അപ്പോൾ നമുക്ക് സാരി കാണാം. അപ്പോൾ ഞാൻ ഒരു സാരി നിങ്ങളെ കാണിക്കാം വെച്ച്. ഞാൻ എല്ലാം ടേബിളിൽ നൂത്തിയിട്ട സമയത്ത് എൻ്റെ സ്വന്തം നാത്തൂൻ എന്നോട് പറഞ്ഞു, ചേച്ചി സാരിക്ക് ദേഹത്ത് വെച്ച് കാണിക്കണം, കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാൻ വെച്ച് കാണിക്കാൻ പോവാണെങ്കിൽ മുതൽ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ല 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 സംസാരിച്ചിരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് ബോറടിക്കണമെന്നേ പറയണേ. ഇതാ, ഇത് ഫുൾ ചെക്കഡ് ആയിട്ടുള്ള കോട്ടൺ സിൽക്ക് സാരിയാണ്. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ, പ്യുവർ ഹാൻഡ്ലൂമാണ്. നല്ല സോഫ്റ്റ് സാരി, ഉടുത്താൽ നന്നായിട്ട് ഒതുങ്ങുന്ന സാരിയാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ കാഞ്ചീപുരത്ത് നേരിട്ട് പോയി കളക്ട് ചെയ്ത സാരീസാണ്. അപ്പോൾ ഈ സാരി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നൂത്ത് കാണിക്കാം. ഓക്കെ, ഈ സാരിയുടെ ഫുൾ ബോഡി മംഗൾഗിരി കോട്ടൺ പോലെ ഫുൾ ഗോൾഡൻ ചെക്സും, ബോർഡർ വന്നിട്ട് മജന്ത ഗോൾഡൻ ബോർഡറും, അതുപോലെ തന്നെ പല്ലും ബ്ലൗസ് പീസും വന്നിട്ട് മജന്തയും, ഫുൾ ബോഡി ഗ്രീനുമാണ് വരുന്നത്. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. അടുത്തത് വന്നിട്ടൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ സാരിയാണ്. ഈ പ്രാവശ്യം എല്ലാം ഗ്രീനാണ് വന്നേക്കുന്നത്, എന്താണെന്ന് അറിയില്ല. ഇത് കണ്ട ഒരു സിൽക്ക് സാരിയുടെ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ, പ്യുവർ സിൽക്ക് സാരിയുടെ. സാരിയുടെ ഫുൾ ബോഡി ഗ്രീനും, അതുപോലെ തന്നെ ബ്ലൗസ് പീസും പല്ലും ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ്. ഇതിൻ്റെ പല്ലും കുറച്ച് റിച്ചാണ്. അടുത്ത സാരി ബ്യൂട്ടിഫുൾ മജന്ത കളർ സാരി, ഫുൾ ബോഡി മജന്ത കളർ. അതിൻ്റെ ബോർഡർ വന്നിട്ട് ഒരു പീകോക്ക് ബൂട്ടാസ് ഒക്കെ വെച്ചിട്ടുണ്ട്, കുറച്ച് ഹെവി ബോർഡറാണ്. അതുപോലെ തന്നെ പല്ലുവും ബ്ലൗസ് പീസും ഗ്രീനാണ്. അപ്പോൾ ഇന്ന് കാണിച്ച 3 സാരിലും ഗ്രീനുണ്ട്, പക്ഷേ 3 സാരിയും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ 3 സാരിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇതിലേതെങ്കിലും സാരി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഓർഡർ ചെയ്യാൻ വേണ്ടി എൻ്റെ ഭാവികം എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാമിൽ വന്ന് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ നമ്പർ ഞാൻ സത്യം പറയാൻ കാണാൻ പഠിച്ചിട്ടില്ല. കുറേ നമ്പേഴ്സ് ഉണ്ട്, പിന്നെ ഇപ്പോൾ പുതിയ നമ്പർ എടുത്തത് കൊണ്ടാണ് ഇത് കാണാൻ പഠിച്ചിട്ടില്ല. അത് ഞാൻ ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, പിന്നെ വീഡിയോ കാണുന്ന ചേച്ചിമാർ മാത്രം സാരി വാങ്ങിക്കാനായിട്ട് നിൽക്കണം. ചേട്ടന്മാർക്കും വാങ്ങിക്കാം, ഭാര്യമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാം, പിന്നെ നിങ്ങളുടെ അമ്മമാർക്ക് കൊടുക്കാം, ഗേൾ ഫ്രണ്ട്സിന് കൊടുക്കാം, പിന്നെ നിങ്ങൾക്ക് ആരും അറിയാത്ത ചില ബന്ധങ്ങളില്ലേ അവർക്ക് കൊടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇനി ഞാൻ ഒന്നും കൂടെ പറയണില്ല. പിന്നെ അതുപോലെ തന്നെ ഇനി ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഓൾറെഡി. 2 ദിവസമായി ഷോപ്പിന് ഇനാഗ്രേഷൻ കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഷോപ്പ് വരുന്നത് കടവന്ത്ര ടു വൈറ്റില പോകുന്ന സൈഡിൽ മെട്രോ പില്ലർ നമ്പർ 793 അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. കണ്ടങ്കേരി ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോർ. നിങ്ങൾക്ക് കാണാം റോഡിൽ കൂടെ പോകുമ്പോൾ കടവന്ത്രയിൽ നിന്ന് എന്താ പറയുക വൈറ്റിലയിൽ നിന്ന് കടവന്ത്ര ജംഗ്ഷനിൽ വന്നിട്ട് നമ്മൾ അങ്ങോട്ട് എംജി റോഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് സിഗ്നൽ കിടക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓപ്പോസിറ്റ് സൈഡ് എൻ്റെ ബോർഡ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഷോപ്പ് ഓപ്പൺ ആയിരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. കേരളത്തിൽ തന്നെയാണ്, ഇവിടെ അടുത്ത് തന്നെ തന്നെയാണെങ്കിൽ നമുക്കൊരു 2-3 ഡേയ്സിനുള്ളിൽ നമ്മൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും. അതിന് കൂടെ കൊറിയർ ചാർജ് ഒരു 100 റുപ്പീസും കൂടെ എക്സ്ട്രാ ആഡ് ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോവുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ. കൂടുതൽ എൻ്റെ പുതിയ ഫ്രണ്ടും ഉണ്ട് കേട്ടോ, അതിൻ്റെ പേര് കമലാക്ഷി കണ്ടോ. അപ്പോൾ ശരി, ബൈ.